അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിലെ മുതക്കാട് ആളൊഴിഞ്ഞ പറമ്പിൽ വൻതോതിൽ തള്ളിയ രാസമാലിന്യം പ്രദേശത്തെ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. ലോറിയിൽ തള്ളിയ 2 ലോഡ് മാലിന്യങ്ങളിൽ നിന്ന് വലിയ ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. പാറക്കടവ് പഞ്ചായത്തിലെ മുതക്കാട് പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ പ്രദേശമാകെ പരതിയത്. കാണാൻ കഴിഞ്ഞത് മുതക്കാട് ശ്മശാനത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മാലിന്യക്കൂന. സ്ഥലം ഉടമയുടെ അറിവോടെയായിരുന്നു ഈ പ്രവൃത്തി. എലച്ചപ്പള്ളി അശോക് എന്ന് പറയുന്ന ആളുടെ സ്ഥലമാണത്. ഏകദേശം 2.5 ഏക്കർ വരുന്ന തെങ്ങും തോപ്പ്. ഇവിടെ ഏകദേശം ഒരു 2 വർഷക്കാലമായിട്ട് ഈ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രഡായി എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം ഏജൻസി, അവരുടെ നേതൃത്വത്തിൽ ഈ അശോകൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ആയി ലിങ്ക് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തുള്ള ഫ്ലാറ്റുകളുടെയും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ വേസ്റ്റാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് പലപ്പോഴായിട്ട് ഇവരുടെ സൗകര്യാർത്ഥം ഓരോ വാഹനങ്ങളിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. വീണ്ടും മാലിന്യം എത്തിയപ്പോൾ നാട്ടുകാർ വണ്ടി തടഞ്ഞു. പോലീസ് കേസെടുത്തെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല. പഞ്ചായത്തും നിലവിൽ കൈയൊഴിഞ്ഞ മട്ടാണ്. വേനൽ മഴ കൂടി വന്നതോടെ പ്രദേശത്തെ ദുർഗന്ധം കൂടുതൽ രൂക്ഷമായി. മണം, പിന്നെ കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഒന്നാമത് പൈപ്പ് വെള്ളമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യം ഇവിടെ കൊണ്ടിറക്കാൻ വേണ്ടി മഴക്കാലമായി വേണ്ടി പുഴയിലേക്ക് ഒഴുകുക, ആ വെള്ളം അടിച്ച് കയറ്റിയിട്ട് ഞങ്ങൾക്കിവിടെ പൈപ്പിലേക്ക് വന്ന് ഞങ്ങൾ കഴിക്കണത്. പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണത്. ഹോട്ടലുകളിലെയും ഫ്ളാറ്റുകളിലെയും ആശുപത്രികളിലെയും മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിൽ കത്തിച്ചതിന് ശേഷമുള്ളവയാണ് ഇവിടെ തള്ളിയത്. കൂടുതൽ പരിശോധനയ്ക്കായി ലാബിൽ അയച്ചു. ഈ പരിശോധന നടത്തി കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുൾപ്പെടെ കളവാണ്. ഈ പരിശോധനയ്ക്കകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രിക് കണ്ടന്റ് കൂടുതലാണ്. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരാണ് പ്രദേശവാസികളിൽ ഭൂരിഭാഗവും. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ഇത്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി മേഖലയിലേക്ക് ഇത് വ്യാപിക്കുകയും ഇതിനകത്ത് ജൈവ വളമല്ല, ഇതിനകത്ത് രാസമാലിന്യങ്ങളാണ് കൂടുതലുള്ള എന്നാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. മാലിന്യം തള്ളി മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരിടപെടലും അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജൈവവളം എന്ന പേരിലാണ് ഈ കാണുന്ന കുന്നുപോലെയുള്ള രാസമാലിന്യം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പരിശോധനയിൽ നാട്ടുകാർക്ക് ബോധ്യമാവുകയും ചെയ്തു. എന്തായാലും ഇത് ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ ഈ പ്രദേശവാസികൾ ആകെ ബുദ്ധിമുട്ടിലാണ്. വിനോദ് തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.